നമസ്കാരം. BBC ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കേന്ദ്ര ബഡ്ജറ്റിലെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ CPM കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധത്തിന്റെ ഭാഗമായ കരിമണ്ണൂർ ഏരിയ തല കാൽനട പ്രചരണ ജാഥ നടത്തി. ആശാവർക്കർമാർ തിരുവനന്തപുരത്ത് നടത്തുന്ന രാപകൽ സമരത്തിന് ഐക്യദാർഢ്യവുമായി ആം ആദ്മി പാർട്ടി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സെലിൻ ഫിലിപ്പ്. ബംഗളൂർ മങ്ങാട്ടുകര പാതയിൽ കെണിയൊരുക്കി വിള്ളൽ ഇപ്പോൾ ഇരുചക്ര വാഹനങ്ങൾക്ക് ഭീഷണിയാകുകയാണ്. കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പാസിംഗ് ഔട്ട് പരേഡ് നടത്തി. കോതമംഗലം കോട്ടപ്പടി കുളങ്ങാട്ടുകുഴിയിൽ കാട്ടാന കൃഷി നശിപ്പിച്ചു. കോട്ടപ്പടി പഞ്ചായത്തിലെ 4-ാം വാർഡിൽ കുളങ്ങാട്ടുകുഴിയിൽ ചെറുപുറം കുര്യാക്കോസിന്റെ കൃഷിയാണ് ആന നശിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. കേന്ദ്ര ബഡ്ജറ്റിലെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ CPM കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധത്തിന്റെ ഭാഗമായി കരിമണ്ണൂർ ഏരിയ തല കാൽനട പ്രചരണ ജാഥ കൊടുവേലി, കോടിക്കുളം, നെയ്യശ്ശേരി എന്നിവിടങ്ങളിൽ പ്രചാരണം നടത്തി. കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര വന നിയമം മാറ്റേണ്ടതുണ്ട്. ഇതിന് തയ്യാറാകാത്ത BJP കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടുകൾ കൊണ്ടാണ് വന്യജീവി ആക്രമണങ്ങൾ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും ദൗർഭാഗ്യവശാൽ ആളുകൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ CPIM അതിശക്തമായി പ്രക്ഷോഭത്തിലൂടെ ആവശ്യപ്പെടുന്നു 1972 കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണം. കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയും വിദ്യാഭ്യാസ മേഖലയെ കാതുവൽക്കരിക്കുവാനുള്ള നീക്കത്തിനെതിരെയും കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും CPIM നേതൃത്വത്തിൽ ഫെബ്രുവരി 25-ാം തീയതി സംസ്ഥാന വ്യാപകമായി കേന്ദ്ര ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ CPM കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധത്തിന്റെ ഭാഗമായ കരിമണ്ണൂർ ഏരിയാതല കാൽനട പ്രചരണ ജാഥ കൊടുവേലി, കോടിക്കുളം, നെയ്ശ്ശേരി എന്നിവിടങ്ങളിൽ പ്രചരണം നടത്തി. കരിമണ്ണൂർ ഏരിയ സെക്രട്ടറി PP സുമേഷ് ക്യാപ്റ്റനായും ജഗദമ്മ വിജയൻ വൈസ് ക്യാപ്റ്റനായും N സദാനന്ദൻ മാനേജറുമായ പ്രചരണ ജാഥയ്ക്ക് കോടിക്കുളം പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. ബിന്ദു വിജോ, പ്രദീപ് പ്രഭൻ, KD സുഭാഷ്, MD സുരേഷ്, സുരേന്ദ്രൻ AK, സലീമ. അവസാനം പുറത്തു വന്നിട്ടുള്ള ബഡ്ജറ്റിനകത്ത് പോലും കേരളമെന്നൊരു വാചകം പോലുമില്ല എന്നുള്ളതാണ്. 400-ലധികം മനുഷ്യർ വയനാടിൻ്റെ മണ്ണിൽ മരിച്ചു വീഴുമ്പോൾ ആ മനുഷ്യൻ്റെ ജീവന് യാതൊരു വിലയുമില്ല എന്നുള്ള നിലയിലാണ് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് പെരുമാറുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി വയനാടിനകത്ത് വന്ന് വലിയ നിലയിലുള്ള പ്രഹസനമെല്ലാം കാണിച്ചു പോകുന്നത് ഞാനും നിങ്ങളുമെല്ലാം കണ്ടതാണ്. കുട്ടിയെ എടുക്കുന്നു, താലോലിക്കുന്നു, ഇതെല്ലാം കഴിഞ്ഞ് വലിയ വാഗ്ദാനങ്ങൾ നമ്മളോട് പറഞ്ഞിട്ട് പോവുകയാണ്. എന്നാൽ ഈ നിമിഷം വരെയും കേരളത്തിന് പ്രത്യേകമായി ഒരു പാക്കേജ് അനുവദിക്കുക, ഫണ്ട് അനുവദിക്കുക എന്നുള്ള നില സ്വീകരിച്ചിട്ടില്ല. അവസാനം പറഞ്ഞു, നിങ്ങൾക്ക് ഇത്ര രൂപ ഞങ്ങൾ കടമായി തരാം, ആ തരുന്ന തുകയും 1 മാസത്തിനകം 1.5 മാസത്തിനകം ഇത്ര കോടി രൂപ ചെലവഴിക്കണമെന്നുള്ള നിലയിൽ ഈ ഗവൺമെൻറ്റിനെ വലിയ നിലയിൽ ബുദ്ധിമുട്ടിക്കുന്ന സ്ഥിതിയാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ആശാവർക്കർമാർ തിരുവനന്തപുരത്ത് നടത്തുന്ന രാപകൽ സമരത്തിന് ഐക്യദാർഢ്യവുമായി ആം ആദ്മി പാർട്ടി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സെലിൻ ഫിലിപ്പ്. ഈ സമരം കണ്ടില്ലെന്ന് നടിക്കുന്ന സർക്കാർ ആശാവർക്കർമാരോടുള്ള കൊടിയ വഞ്ചനയാണ് കാണിക്കുന്നതെന്ന് സെലിൻ ഫിലിപ്പ് പറഞ്ഞു. യോഗത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. അതിജീവന പോരാട്ടത്തിനായി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുൻപിൽ ആശാവർക്കർമാർ സമരം നടത്തുമ്പോൾ അതിനുള്ള അവകാശം ഭരണഘടന വിഭാവനം ചെയ്യുന്നുണ്ടെന്നും അത് കണ്ടില്ലെന്ന് നടിക്കുന്ന സർക്കാർ, PSC ചെയർമാൻ അടക്കം അംഗങ്ങളുടെ ശമ്പളം ഉയർത്തി നൽകിയ സർക്കാർ സംസ്ഥാനത്തെ 7000 രൂപ ഓണറേറിയത്തിൽ ജോലി നോക്കുന്ന ആശാവർക്കർമാരോടുള്ള കൊടിയ വഞ്ചനയാണ് കാണിക്കുന്നതെന്ന് ആം ആദ്മി പാർട്ടി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സെലിൻ ഫിലിപ്പ് പറഞ്ഞു. ഇവിടെ ഏത് വാഹനങ്ങൾക്ക് ഏത് വ്യക്തികൾക്കാണ് ബുദ്ധിമുട്ടുണ്ടാക്കിയത്? അപ്പൊ ഈ 4 കാര്യങ്ങളും കേസിനാസ്പദമായ 4 കാര്യങ്ങളും തെറ്റാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ബോധ്യപ്പെട്ടു. ജോലി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ജോലിയുണ്ട്. ആ ജോലി കൊണ്ട് ജീവിക്കാൻ
ഭാരിച്ച ജീവിത ചെലവും അമിതമായ ജോലിഭാരവുമുള്ള ഈ ജോലിക്ക് യാത്രാ ചെലവ് കഴിഞ്ഞാൽ വീട്ടുകാര്യങ്ങൾക്ക് പണം കണ്ടെത്താൻ മാർഗമില്ലാത്ത അവസ്ഥയാണെന്നും ആശംസാ പ്രസംഗത്തിൽ സുവർണ സന്തോഷ് പറഞ്ഞു. സമരത്തിന് എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുമെന്നും സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലുള്ള വേതനമാണ് സർക്കാർ ആശാവർക്കർമാർക്ക് നൽകുന്നതെന്നും അതും മാസങ്ങൾ കുടിശ്ശികയാണെന്നും ഇത്തരം സമീപനം തുടർന്നാൽ സമരത്തിന്റെ രൂപവും ഭാവവും മാറുമെന്നും മുഖ്യപ്രഭാഷണത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി റെനി സ്റ്റീഫൻ മുന്നറിയിപ്പ് നൽകി. ശാന്തമ്മ ജോർജ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തു. ബംഗളൂർ മങ്ങാട്ടുകോല പാതയിൽ കെണിയൊരുക്കി വിള്ളൽ. വൃത്താകൃതിയിൽ രൂപപ്പെട്ട വിള്ളലിന്റെ പല ഭാഗവും കുഴിയായി തുടങ്ങി. ഇതിപ്പോൾ ഇരുചക്ര വാഹനങ്ങൾക്ക് ഭീഷണിയാകുകയാണ്. രാത്രികാലങ്ങളിൽ കുഴിയിലകപ്പെട്ട് വാഹനങ്ങൾ തെന്നിമാറുന്നുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. അരുൺ അരിക്കുഴ തയ്യാറാക്കിയ റിപ്പോർട്ട്. ബംഗളൂർ മങ്ങാട്ടുകവല നാലുവരി പാതയിൽ മടത്തിക്കണ്ടം പെട്രോൾ പമ്പിന് സമീപത്തെ റോഡിന് നടുവിൽ രൂപപ്പെട്ട വലിയ വിള്ളൽ അപകടങ്ങൾക്ക് കാരണമാകുന്നു. വൃത്താകൃതിയിൽ രൂപപ്പെട്ട വിള്ളലിന്റെ പല ഭാഗവും കുഴിയായി തുടങ്ങി. ഇതാണ് ഇരുചക്ര വാഹനങ്ങൾക്ക് ഭീഷണിയാകുന്നത്. മധ്യഭാഗത്തായതിനാൽ രാത്രികാലങ്ങളിൽ കുഴിയിലകപ്പെട്ട് വാഹനങ്ങൾ തെന്നി മാറി അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. പകൽ സമയത്ത് വിള്ളലും കുഴിയും നേരെ കാണാമെന്നത് യാത്രക്കാർക്ക് രക്ഷയേകുന്നു. വിള്ളലുണ്ടായ ഭാഗം മുതൽ ഏകദേശം 2 മീറ്ററോളം റോഡിൽ കുഴികളും രൂപപ്പെട്ടിട്ടുണ്ട്. അശാസ്ത്രീയ റോഡ് നിർമ്മാണമാണ് ഇതിന് കാരണം. 2 ആഴ്ച മുൻപ് നാലുവരിപ്പാതയിലെ മറുവശത്ത് റീടാറിംഗ് ചെയ്തെങ്കിലും അധികൃതർ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാണ് യാത്രക്കാരുടെ പരാതി. നിലവിൽ നാലുവരിപ്പാത എന്ന പേര് മാത്രമാണ് ഉള്ളത്. കുണ്ടും കുഴിയും വിള്ളലും മാത്രമാണ് പാതയിലുള്ളത്. അതിനാൽ ഇതുവഴിയുള്ള യാത്ര അത്ര സുഗമല്ല. വിള്ളൽ ഉൾപ്പെടെ ശരിയാക്കാനുള്ള നടപടി അധികൃതർ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പാസിംഗ് ഔട്ട് പരേഡ് നടത്തി. കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ SPC പദ്ധതിയുള്ള ഏക വിദ്യാലയമായ മാർബേസിന്റെ 13ാമത് ബാച്ചാണ് പരിശീലനം പൂർത്തിയാക്കിയത്. ആന്റണി ജോൺ MLA വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു. കോതമംഗലം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ PT ബിച്ചോയ് കേഡറ്റുകളുടെ സല്യൂട്ട് സ്വീകരിച്ചു. പരേഡ് പരിശോധന നടത്തി. മാർബേസിൽ സ്കൂളിലെ CPO MA എൽദോസ് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി. മാർബേസിൽ സ്കൂളും പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായിട്ടാണ് സെറിമോണിയൽ പരേഡ് നടത്തിയത്. കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ SPC പദ്ധതിയുള്ള ഏക വിദ്യാലയമായ മാർബേസിലിന്റെ 13ാം ബാച്ചാണ് പരിശീലനം പൂർത്തിയാക്കിയത്. ചടങ്ങിൽ വിശിഷ്ട അതിഥിയായി ആന്റണി ജോൺ MLA പങ്കെടുത്തു. കേഡറ്റുകളുടെ സല്യൂട്ട് സ്വീകരിക്കുകയും ചെയ്തു. കോതമംഗലം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ PT ബിജോയ് കേഡറ്റുകളുടെ സല്യൂട്ട് സ്വീകരിച്ച് പരേഡ് പരിശോധന നടത്തി. മാർബേസിൽ സ്കൂളിലെ CPO MA എൽദോസ് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. സ്കൂൾ മാനേജർ ബാബു മാത്യു കൈപ്പിള്ളി, ഹെഡ് മിസ്ട്രസ് ബിന്ദു വർഗീസ്, പ്രിൻസിപ്പൽ റവറന്റ് ഫാദർ പൗലോസ് PO, പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ സിജി ജോർജ് തയ്യിൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കോതമംഗലം കോട്ടപ്പടി കുളങ്ങാട്ടുകുഴിയിൽ കാട്ടാന കൃഷി നശിപ്പിച്ചു. കോട്ടപ്പടി പഞ്ചായത്തിലെ 4ാം വാർഡിൽ കുളങ്ങാട്ടുകുഴിയിൽ ചെറുപുറം കുര്യാക്കോസിന്റെ കൃഷിയിടത്തിലെ 25ഓളം വാഴകളും 3 തെങ്ങുകളും 3 കമുകുകളും ആണ് ആന നശിപ്പിച്ചത്. കമുകുകൾ കൊമ്പുകൊണ്ട് കുത്തി നശിപ്പിക്കുകയും തെങ്ങിന്റെ കൂമ്പ് ഒടിച്ച് അടർത്തിയെടുക്കുകയും ചെയ്തു. കൂടാതെ വാഴ ചവിട്ടി നശിപ്പിക്കുകയാണ് ചെയ്തത്. ഇതോടെ ഭാരിച്ച നഷ്ടമുണ്ടായതായി കർഷകൻ പറയുന്നു. ഇന്ന് വെളുപ്പിന് 4 മണിക്കാണ് ഇവിടെ ഇറങ്ങി 2 ആനകൾ ഇറങ്ങി ശല്യം ചെയ്തു. വാഴ മുഴുവൻ കളഞ്ഞു, അടയ്ക്കാമരം കുത്തിപ്പൊളിച്ച് കളഞ്ഞു, 2 തെങ്ങിൻ്റെ തലയ്ക്ക് ഒടിച്ച് കളഞ്ഞു. അങ്ങപ്പുറം ഒരു പറമ്പിൽ 1:30 മണി സമയത്ത് ചെന്നായിട്ട് അയൽവാസിയായ ചേട്ടൻ പറഞ്ഞു. രാത്രി സന്ധ്യയായി കഴിഞ്ഞാൽ ആന ഒരു പറമ്പുകളിൽ നിന്ന് ഒഴിവാകണില്ല. ഒരു പറമ്പില്ലെങ്കിൽ തൊട്ടടുത്ത പറമ്പിലേക്ക് കയറി ഇറങ്ങി ഇങ്ങനെ നടക്കുകയാണ്. ഇല്ല, ഈ കാര്യത്തിൽ സർക്കാരിൻ്റെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഇത്തിരി കൂടി തീവ്രമായ ഒരു മനോഭാവം ഉണ്ടാവണം ആന ഓടിക്കാമെന്ന് എനിക്ക് പറയാനുണ്ട്. ശുദ്ധജലത്തിനായി നെട്ടോട്ടമോടുകയാണ് ജനങ്ങൾ. അതിനിടയിലാണ് ശുദ്ധജലം പമ്പ് ചെയ്യുന്ന സമയങ്ങളിൽ അതീവ ശക്തിയിൽ വാട്ടർ അതോറിറ്റി വെള്ളം ചോർത്തി കളയുന്നത്. തൊടുപുഴ ന്യൂമാൻ കോളേജ് റോഡിലാണ് വെള്ളം പാഴാക്കി കളയുന്നത്. അരുൺ അരിക്കുഴ തയ്യാറാക്കിയ റിപ്പോർട്ട്. ശുദ്ധജലത്തിനായി നെട്ടോട്ടമോടുകയാണ് ജനങ്ങൾ. ഒരു മാസത്തിൽ ശരാശരി 10 ദിവസം പോലും തുടർച്ചയായി വെള്ളം എത്താത്ത അവസ്ഥയാണ്. അറ്റകുറ്റപ്പണി, വിതരണ ശൃംഖലയിലെ തകരാറുകൾ തുടങ്ങിയ കാരണങ്ങൾ നിരത്തിയാണ് തുടർച്ചയായി ജലവിതരണം തടസ്സപ്പെടുത്തുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ഒരേ സ്ഥലത്ത് തന്നെയാണ് മിക്കപ്പോഴും പൈപ്പ് പൊട്ടുന്നത്. അറ്റകുറ്റപ്പണികൾ വേണ്ടവിധം നടത്താത്തതിലെ വീഴ്ചയാണെന്നും നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. വെള്ളം കിട്ടാതായത് മുതൽ ഈ ഭാഗങ്ങളിലെ ഉപഭോക്താക്കൾ ദിനം പ്രതി എന്നോണം വാട്ടർ അതോറിറ്റി അധികൃതരെ ബന്ധപ്പെടുന്നുണ്ടെങ്കിലും ഉടൻ പരിഹാരമുണ്ടാകുമെന്ന് മാത്രമാണ് മറുപടി. പക്ഷെ താൽക്കാലികമായി വെള്ളമെത്തിയാലും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും മുടങ്ങുമെന്നതാണ് സാഹചര്യം. ശുദ്ധജലം പമ്പ് ചെയ്യുന്ന സമയങ്ങളിൽ അതീവ ശക്തിയിലാണ് ഇവിടെ വെള്ളം ചോർന്നു പോകുന്നത്. വെറ്റിടങ്ങളിലെ പൈപ്പ് പൊട്ടലും
ഇവിടുത്തെ വലിയ ചോർച്ചയും പരിഹരിക്കാതെ ഉയർന്ന പ്രദേശങ്ങളിലുള്ളവർക്ക് വെള്ളം ലഭിക്കുന്നില്ല. തൊടുപുഴ ന്യൂമാൻ കോളേജ് റോഡിലാണ് വെള്ളം പാഴാക്കി കളയുന്നത്. വിവിധ കാരണങ്ങൾ പറഞ്ഞ് കുടിവെള്ളം നിഷേധിക്കുന്ന ജലദൗർജി അധികൃതരുടെ അലംഭാവത്തിനെതിരെ ഉന്നത ഉദ്യോഗസ്ഥർക്കും വകുപ്പ് മന്ത്രിക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഉപഭോക്താക്കൾ. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കോൺഗ്രസ് എമ്മിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന മുന്നൊരുക്കം പരിപാടിയുടെ ഭാഗമായി വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് തല കൺവെൻഷനുകൾക്ക് 9ാം വാർഡ് ദർഭത്തൊട്ടിയിൽ തുടക്കമായി. കേരള കോൺഗ്രസ് എം തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിമ്മി മറ്റത്തിപ്പാറ ഉദ്ഘാടനം ചെയ്തു. കർഷക യൂണിയൻ എം വണ്ണപ്പുറം മണ്ഡലം പ്രസിഡന്റ് ജോണി മുണ്ടയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സംസ്ഥാന വ്യാപകമായി കേരള കോൺഗ്രസ് എം സംഘടിപ്പിക്കുന്ന മുന്നൊരുക്കം പരിപാടിയുടെ ഭാഗമായി വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് തല കൺവെൻഷനുകൾക്ക് 9ാം വാർഡ് ദർഭത്തൊട്ടിയിൽ തുടക്കമായി. യോഗം സംഘടനാ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്തു. വാർഡ് തിരഞ്ഞെടുപ്പ് വരെ പൂർത്തീകരിച്ച് അഗസ്റ്റിൻ വട്ടക്കുന്നേലിന്റെ വസതിയിൽ ചേർന്ന യോഗം കേരള കോൺഗ്രസ് എം തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിമ്മി മറ്റത്തിപ്പാറ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം അടിസ്ഥാനത്തിൽ ഒരു ഏകദിന ശില്പശാല നടത്തി. അതിനുശേഷം വാർഡുകളിൽ പാർട്ടിയുടെ വാർഡ് കമ്മിറ്റികൾ, വാർഡ് കൺവെൻഷനുകൾ മുന്നൊരുക്കമായി ചേർന്ന് കാര്യങ്ങൾ ചെയ്യണമെന്ന് തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നിയോജകമണ്ഡലത്തിലെ മിക്ക പഞ്ചായത്തുകളിലും 1ഉം 2ഉം വാർഡുകളിൽ വാർഡ് കൺവെൻഷനുകൾ മുന്നൊരുക്ക പ്രോഗ്രാം നടന്നു കഴിഞ്ഞു. വണ്ണപ്പുറത്ത് ഇന്നു മുതൽ ആരംഭിക്കുന്നു. ഇന്നു മുതൽ 5 ദിവസം കൊണ്ട് വണ്ണപ്പുറത്തെ പ്രധാനപ്പെട്ട മേഖലകളിലെല്ലാം കേരള കോൺഗ്രസ് പാർട്ടിയുടെ വാർഡ് കമ്മിറ്റികളും വാർഡ് കൺവെൻഷനുകളും ചേരുകയാണ്. ഈ ചേരുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അടുത്ത പഞ്ചായത്ത് ഇലക്ഷനിൽ കേരള കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കേണ്ട നയങ്ങൾ എന്താണെന്ന് ആലോചിക്കാനും പാർട്ടിക്ക് അർഹമായ സ്ഥാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് നേടിയെടുക്കുന്നതിനും അത് ആ സീറ്റുകൾ നേടിയെടുത്താൽ മുന്നണിയെ വിജയിപ്പിക്കുന്നതിനാവശ്യമായ പ്രവർത്തന പരിപാടികൾ ചർച്ച ചെയ്യണം എന്നുള്ളതൊക്കെയാണ് ഈ കമ്മിറ്റിയുടെ അജണ്ട. കർഷക യൂണിയൻ എം വണ്ണപ്പുറം മണ്ഡലം പ്രസിഡന്റ് ജോണി മുണ്ടയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ കേരള കോൺഗ്രസ് എം രാഷ്ട്രീയകാര്യ സമിതി അംഗം അഗസ്റ്റിൻ വട്ടക്കുന്നേൽ, വണ്ണപ്പുറം മണ്ഡലം പ്രസിഡന്റ് മനോജ് മാമല, ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി ജി സുരേന്ദ്രൻ, സെബാസ്റ്റ്യൻ ആടുകുഴി, സത്യൻ ഉള്ളാടൻ തറയിൽ, ജോർജ് പുതയാത്ത്, ബിജു ഇല്ലിക്കൽ, ടെൻസിൽ വെട്ടിക്കുഴിച്ചാലിൽ, മാത്യൂസ് വി റോയി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. ഭീഷണം വാർഷിക ആഘോഷവും പുരസ്കാര സമർപ്പണവും കോഴിക്കോട് മിയാമി കൺവെൻഷൻ സെന്ററിൽ നടത്തി. കർണാടക നിയമസഭാ സ്പീക്കർ UT ഖാദർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വീക്ഷണം ഉമ്മൻചാണ്ടി കർമ്മശ്രേഷ്ഠ പുരസ്കാരം അഷറഫ് താമശ്ശേരിക്കും, വീക്ഷണം സർഗശ്രേഷ്ഠ പുരസ്കാരം എഴുത്തുകാരി സുധാ മേനോനും, വീക്ഷണം മാധ്യമ പുരസ്കാരം മിഷ പുരുഷോത്തമനും ഏറ്റുവാങ്ങി. മികച്ച സംരംഭകർക്കുള്ള വീക്ഷണം ബിസിനസ് പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. വീക്ഷണം സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ലോഗോയും യോഗത്തിൽ പ്രകാശനം ചെയ്തു. ചടങ്ങിൽ വീക്ഷണം മാനേജിംഗ് ഡയറക്ടർ അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ് അധ്യക്ഷത വഹിച്ചു. വീക്ഷണം ദിനപത്രത്തിന്റെ 49ാം വാർഷിക ആഘോഷവും പുരസ്കാര സമർപ്പണവും കോഴിക്കോട് മിയാമി കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ചു. കർണാടക നിയമസഭാ സ്പീക്കർ UT ഖാദർ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. Participating here, it is my duty when Sudhakaran ji and the Vikshanam editor call me and they should participate in this function. And I had a talk with KCG also. KCG also said, no, you should go, it is very essential. And it is the order I have to come and follow. And very happy to be here. First of all, I congratulate all the founder of this newspaper who have started it so many years back. Because though we have to appreciate that the thinking of those people in those days, that today or tomorrow this type of newspaper or media is very important for the society and the organization to take place, to get their ideology in the society and among the younger generation also. ചടങ്ങിൽ മികച്ച ജീവകാരുണ്യ പ്രവർത്തകന് നൽകുന്ന വീക്ഷണം ഉമ്മൻചാണ്ടി കർമ്മശ്രേഷ്ഠ പുരസ്കാരം പ്രവാസ ലോകത്ത് സ്തുത്യർഹമായ സേവനത്തിലൂടെ മാതൃകയായ അഷ്റഫ് താമരശ്ശേരിക്ക് കൈമാറി. വീക്ഷണത്തിന്റെ പ്രഥമ പത്രാധിപർ CP ശ്രീധരന്റെ പേരിൽ ഏർപ്പെടുത്തിയ വീക്ഷണം സർഗശ്രേഷ്ഠ പുരസ്കാരം എഴുത്തുകാരി സുധാ മേനോന് നൽകി. വീക്ഷണം മാധ്യമ പുരസ്കാരം മനോരമ ന്യൂസിലെ നിഷ പുരുഷോത്തമൻ ഏറ്റുവാങ്ങി. മികച്ച സംരംഭകർക്കുള്ള വീക്ഷണം ബിസിനസ് പുരസ്കാരങ്ങളും ഇതോടൊപ്പം വിതരണം ചെയ്തു. തുടർന്ന് അടുത്ത വർഷം സംഘടിപ്പിക്കുന്ന വീക്ഷണം സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ലോഗോയുടെ പ്രകാശനവും നിർവഹിച്ചു. വീക്ഷണം മാനേജിംഗ് ഡയറക്ടർ അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ് അധ്യക്ഷത വഹിച്ചു. KPCC പ്രസിഡന്റ് K സുധാകരൻ MP, മുൻ KPCC പ്രസിഡന്റ് K മുരളീധരൻ, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൊടിക്കുന്നിൽ സുരേഷ് MP, തെലങ്കാന ഗതാഗത മന്ത്രി പൊന്നം പ്രഭാകർ,
എംപിമാരായ MK രാഘവൻ, ഷാഫി പറമ്പിൽ, ജെബി മേത്തർ, KPCC വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് T. സിദ്ദിഖ് MLA, AICC സെക്രട്ടറി PC വിഷ്ണുനാഥ് MLA, ചാണ്ടി ഉമ്മൻ MLA, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. പ്രവീൺകുമാർ, KPCC ജനറൽ സെക്രട്ടറിമാരായ M. ലിജു, K. ജയന്ത്, PM നിയാസ് ഉൾപ്പെടെ ദേശീയ സംസ്ഥാന നേതാക്കളും സാംസ്കാരിക, സിനിമ, വ്യാവസായിക, വാണിജ്യ മേഖലയിലെ പ്രമുഖരും പങ്കെടുത്തു. ആഘോഷ പരിപാടികൾക്ക് മാറ്റേകി കലാസന്ധ്യയും നടന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മഹാത്മാ പുരസ്കാരം 2ാം സ്ഥാനം വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് കരസ്ഥമാക്കി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ജില്ലാതലത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഗ്രാമപഞ്ചായത്തിനുള്ള മഹാത്മാ പുരസ്കാരം 2ാം സ്ഥാനം ഇടുക്കി ജില്ലയിലെ വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് കരസ്ഥമാക്കി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷിൽ നിന്നും പ്രസിഡന്റ് ബിജു MA, വൈസ് പ്രസിഡന്റ് ദിവ്യ അനീഷ്, മെമ്പർമാർ, പഞ്ചായത്ത് ജീവനക്കാർ എന്നിവർ ചേർന്ന് ഉപഹാരം സ്വീകരിച്ചു. ജില്ലാതലം ഇടുക്കി ഗ്രാമപഞ്ചായത്തിലെ 2ാം സ്ഥാനക്കാർ വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത്. 2ാം സ്ഥാനം വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് വേദിയിലെത്തുന്നു. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കാരിക്കോട് ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള പന്തൽപ്പാട്ട് ഗുരുതി 21-ന് നടക്കുമെന്ന് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. രാത്രി 10-ന് ക്ഷേത്രത്തിൻ്റെ വടക്കേപ്പുറത്താണ് ദേശത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള ഗുരുതി നടക്കുക. ക്ഷേത്രം മേൽശാന്തിമാർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ക്ഷേത്ര സംബന്ധി ഉണ്ണികൃഷ്ണൻ മാരാർ സഹകാർമ്മികനായിരിക്കും. കളമൊരുക്കുന്നതിനും പോളയിടുന്നതിനും അവകാശം ലഭിച്ച കൊട്ടാരത്തിൽ കുടുംബത്തിൻ്റെ പ്രതിനിധി ശ്രീജേഷ് ഇടവെട്ടിയാണ് ഗുരുതി കുറിപ്പ്. ഇത്തരത്തിൽ വടക്കേപ്പുറത്ത് ഗുരുതി നടത്തുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാരിക്കോട് ഭഗവതി ക്ഷേത്രം. ഫെബ്രുവരി 25-നാണ് ഉത്സവത്തിന് കൊടിയേറുന്നത്. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. പ്രേം നസീർ സുഹൃത്ത് സമിതി തൊടുപുഴ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ 22-ന് ജയചന്ദ്രിക എന്ന പേരിൽ ഗായകൻ ജയചന്ദ്രൻ അനുസ്മരണ സമ്മേളനവും അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ കൊണ്ട് ഗാനാഞ്ജലിയും നടത്തും. വൈകിട്ട് 4 മുതൽ തൊടുപുഴ ഉപാസന ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന യോഗം മുൻ നഗരസഭാ ചെയർമാൻ രാജീവ് പുഷ്പതാങ്ങൻ യോഗം ഉദ്ഘാടനം ചെയ്യും. പ്രേം നസീർ സുഹൃത്ത് സമിതി സംസ്ഥാന സെക്രട്ടറി തെക്കൻ സ്റ്റാർ ബാദുഷ, ഫാദർ കുര്യൻ പുത്തമ്പുരയിൽ, തൊടുപുഴ കൃഷ്ണൻകുട്ടി, VK ബിജു തുടങ്ങിയവർ പങ്കെടുക്കും. തുടർന്ന് ക്ലാസിക്കൽ ഡാൻസിൽ മികവ് തെളിയിച്ച ആഫിയ അനസിനെ ചടങ്ങിൽ ആദരിക്കും. മികച്ച 2ാമത്തെ ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി അവാർഡ് ഏറ്റുവാങ്ങി ഉടുമ്പന്നൂർ. തദ്ദേശ ദിനാഘോഷത്തോടനുബന്ധിച്ച് ഗുരുവായൂരിൽ വച്ച് നടന്ന ചടങ്ങിൽ വകുപ്പ് മന്ത്രി MP രാജേഷ് ആണ് അവാർഡ് സമ്മാനിച്ചത്. തുടർച്ചയായ 2ാം തവണയാണ് ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിന് പുരസ്കാരം ലഭിക്കുന്നത്. പ്രസിഡന്റ് M. ലതീഷ്, വൈസ് പ്രസിഡന്റ് ആതിര രാമചന്ദ്രൻ, മറ്റ് ഭരണസമിതി അംഗങ്ങൾ, അവാർഡ് പരിഗണനാ കാലത്തെ സെക്രട്ടറി KP യശോധരൻ, സെക്രട്ടറി ഇൻചാർജ് സുജാത MU, മറ്റ് ജീവനക്കാർ തുടങ്ങിയവർ ചേർന്ന് അവാർഡ് ഏറ്റുവാങ്ങി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര ബഡ്ജറ്റിലെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ CPM കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധത്തിന്റെ ഭാഗമായ കരിമണ്ണൂർ ഏരിയ തല കാൽനട പ്രചരണ ജാഥ നടത്തി. ആശാവർക്കർമാർ തിരുവനന്തപുരത്ത് നടത്തുന്ന രാപകൽ സമരത്തിന് ഐക്യദാർഢ്യവുമായി ആം ആദ്മി പാർട്ടി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സെലിൻ ഫിലിപ്പ്. ബംഗളൂർ മങ്ങാട്ടുകര പാതയിൽ കെണിയൊരുക്കി വിള്ളൽ ഇപ്പോൾ ഇരുചക്ര വാഹനങ്ങൾക്ക് ഭീഷണിയാകുകയാണ്. കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പാസിംഗ് ഔട്ട് പരേഡ് നടത്തി. കോതമംഗലം കോട്ടപ്പടി കുളങ്ങാട്ടുകുഴിയിൽ കാട്ടാന കൃഷി നശിപ്പിച്ചു. കോട്ടപ്പടി പഞ്ചായത്തിലെ 4-ാം വാർഡിൽ കുളങ്ങാട്ടുകുഴിയിൽ ചെറുപുറം കുര്യാക്കോസിന്റെ കൃഷിയാണ് ആന നശിപ്പിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.